കൽക്കി 2898 AD കണ്ടു. തിയേറ്ററിൽ പോയിട്ടാണ് കണ്ട്. പടത്തെക്കുറിച്ച് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ബ്രഹ്മാണ്ഡ ചിത്രം. മനസ്സും ഉള്ളും ഒക്കെ നല്ല രീതിയിൽ കുളിരുന്ന ഒരു ഒന്നൊന്നര പടം. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോളിവുഡിലൊക്കെ കണ്ടിട്ടുള്ള മാഡ് മാക്സ് ഷാഗ, അതിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഫ്യൂരിയോസ, അതേപോലെ അവഞ്ചേഴ്സ്, പിന്നെ കുറച്ച് ബ്ലാക്ക് പാന്തർ, ഈ വക സാധനങ്ങളെല്ലാം ഇന്ത്യൻ മിത്തോളജി ആയിട്ടുള്ള നമ്മളെ മഹാഭാരതത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് കൽക്കി എന്ന അവതാരം അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അത് ദൃശ്യവൽക്കരിച്ചാൽ എങ്ങനെയാണ്, അത് ഇന്ത്യൻ സിനിമയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാഗശ്വന്തി എന്ന് പറഞ്ഞ ആൾ, പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ പടം മഹാനടിയൊക്കെ ആണെങ്കിലും അറിയാം, നല്ല രീതിയിൽ എടുത്തു വെച്ചൊരു പടമാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാലത്തെ ഹോംവർക്ക്, 4 കൊല്ലത്തെങ്ങാണ്ട് ഹോംവർക്ക് ഉണ്ട്, ഒരുപാട് കാലഘട്ടത്തിൽ കൂടെ പോയിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടത്. ബേസിക്കലി പടത്തിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് അപ്പോകാലിപ്റ്റോ ഫേസ് ആണ്. അതായത് പോസ്റ്റ് അപ്പോകാലിപ്റ്റോ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമൊക്കെ അവസാനിച്ചു, ലോകാവസാനമാണ്. അപ്പോൾ ആ ലോകാവസാനത്തിന് ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങൾ. അപ്പോൾ ആ സമയത്ത് കാശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം മാത്രം, ഇന്ത്യയിലെ കാശി എന്ന് പറഞ്ഞ സ്ഥലം മാത്രമാണ് ലോകത്തിൽ നിലനിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഒരു എന്താ പറയുക, ഒരു സ്ഥലത്തുള്ള ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം. അപ്പോൾ അവിടെയാണ് അവിടുത്തെ ഒരു യാസ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിങ് ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേതാവായിട്ട് ഉള്ള ആളാണ് കമലഹാസൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ കീഴിലുള്ള ഒരു പറ്റം വില്ലന്മാരുണ്ട്. അപ്പോൾ അവർ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അടക്കി ഭരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ള ആൾക്കാർ വെള്ളം പോലും കിട്ടാനുള്ള പ്രയാസത്തിൽ അനുഭവിച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് അവരെ രക്ഷപ്പെടുത്താനായിട്ട് പണ്ടത്തെ നമ്മളെ മഹാഭാരതത്തിലെ മിത്തോളജിയിലുള്ള അശ്വത്ഥമ എന്ന് പറഞ്ഞ ആൾ വരുന്നതാണ്. അതിന് മെനക്കെട്ട് തുനിഞ്ഞ് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഈ അതിനകത്തുള്ള ഈ കൽക്കിയെ ഗർഭം ധരിക്കുന്ന ആ ഒരു സ്ത്രീയെ, ആ ഒരു പ്രഗ്നന്റ് ലേഡിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം, അതാണ് പടത്തിൻ്റെ തീം. എടുത്തുക്കണ രീതി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റാണ്. അത്രക്കും നല്ല രീതിയിൽ തന്നെ ഇതിൽ ഓരോ സീൻ ബൈ സീൻസ് നമുക്ക് എൻ്റർടൈനിങ് ആണ്. 3 മണിക്കൂർ 5 മിനിറ്റ് ഉണ്ട് പടം. ഇൻ്റർവെൽ അടക്കം 3 മണിക്കൂർ ഒരു 10-15 മിനിറ്റോളം, 3.25 മണിക്കൂറോളം പടമുണ്ട്. പടം തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്ന വരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. ഒരു സെക്കൻഡിൽ പോലും, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും നമുക്കിത് ബോറടിക്കുന്നില്ല. നല്ല രീതിയിൽ പ്രേക്ഷകരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ, നമ്മളെ നല്ല രീതിയിൽ മനസ്സ് കുളിർപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ എടുത്തു വെക്കാനായിട്ട് ഇതിനകത്ത് ഉള്ള സംവിധായകനായിട്ടുള്ള നാഗശ്വിനി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പറ്റം ആക്ടേഴ്സ് ഉണ്ട്. ആസ് യൂഷ്വൽ നമുക്കറിയാം, പ്രഭാസാണ് ഈ പടത്തിലെ നായകൻ. പ്രഭാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭൈരവയാണ്. ഈ ഭൈരവയാണ് ഈ ഇതിനകത്തുള്ള ഒരു കീ റോളായിട്ട് മാറുന്നത്. ലാസ്റ്റ് തുടക്കത്തിലുള്ള ഒരു തല്ലിപ്പൊളി ആയിട്ടുള്ള ആൾ, ഒരു കൊട്ടേഷനൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരാളായിട്ട് ആണെങ്കിൽ പോലും ഫൈനലി ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ട്, അങ്ങനെ ഇത് ഇത്ര പാട്ട് വേണമെങ്കിലും എടുക്കാമെന്നുള്ള രീതിയിലാണ് കൽക്കി എടുത്തു വെച്ചിട്ടുള്ളത്, ഈ ഒരു ഫിലിം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ഒരു കീ റോളായിട്ട് മാറുക ഭൈരവ എന്നുള്ള ഈ പ്രഭാസ് ചെയ്യുന്ന ക്യാരക്ടറാണ്. പണ്ടത്തെ മഹാഭാരതത്തിൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ ഇതിനകത്ത് കാണിക്കണം. അതിനകത്ത് കർണനായിട്ട് വരുന്നതും ഈ നമ്മളുടെ പ്രഭാസ് തന്നെയാണ്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ മലയാളത്തിൽ ദുൽഖർ സൽമാൻ പടത്തിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പറ്റം ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ അന്നാബെന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നെ അശ്വത്ഥമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചനൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ക്യാരക്ടേഴ്സിൻ്റെ പേര് എടുത്ത് പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപിക പദുകോണ് കൽക്കിയുടെ മദറായിട്ട് അഭിനയിക്കുന്ന സുമതി എന്ന ക്യാരക്ടർ. ഒരു ലാബിലെ ഒരു പരീക്ഷണ വസ്തു എന്നുള്ള രീതിയിലാണ് അവർ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഒരു ലോഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഓരോരുത്തർ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് പശുപതി അഭിനയിച്ചിട്ടുണ്ട്. പണ്ടത്തെ നമ്മളെ നമ്മളെ ബിഗ് ബിയിലൊക്കെ ഉള്ള പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുള്ള പശുപതി, പണ്ട് മുതലേ തമിഴ് സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന ആൾ, പുള്ളിക്കാരൻ ഇതിനകത്തൊരു കീ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാർ ഇപ്പോൾ ബ്രഹ്മാനന്ദനുണ്ട്. അപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകും. പക്ഷെ അവരുടെ പാർട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ട് അവർ പോകുന്നു. വെറുതെ ഒരു ക്യാരക്ടറിനെ കുത്തിക്കൊള്ളിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമല്ലോ, ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഞങ്ങൾ എടുക്കുന്നുണ്ട്, അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാസ്റ്റ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലല്ല. ആ ഓരോ ചെറിയ ആൾക്കാരെ വരെ അവർക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
എന്തിനധികം പറയും, നമ്മളെ SS രാജമൗലി, നമ്മളുടെ ബാഹുബലി അതേപോലെ RRR ഒക്കെ എടുത്ത ബാഹുബലിയുടെ ഒക്കെ സംവിധായകനായിട്ടുള്ള നമ്മളുടെ രാജമൗലി വരെ ഈ പടത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഈ ക്യാരക്ടേഴ്സൊക്കെ എത്ര മാത്രം ഉണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെ പ്രാധാന്യം, ഓരോ പിന്നെ എന്താ പറയുക, ഈ പടത്തിൽ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് പ്രേക്ഷകർ കിട്ടുന്നതൊക്കെ എത്രമാത്രം രസകരമാണെന്നുള്ളത് ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണെന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. BGM ഒക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്, ഗംഭീരമാണ്. VFX പാർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് വർക്കുകളും നല്ല രസമുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്വീഡനിലുള്ള ഒരാളാണ്, ഒരു ജോക്കോവിച്ചോ അങ്ങനെ എന്ത് പറഞ്ഞിട്ട് എന്തോ ഒരാൾ. അപ്പോൾ പുള്ളിക്കാരനൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് ഇതിനകത്ത് മൂപ്പരുടെ ഒരു പാർട്ട് ചെയ്തു വെച്ചിട്ട് ഉണ്ട് താനും. അപ്പോൾ തിയേറ്റർ വാച്ചാണ്, ഒരു സംശയവും ഇല്ല. ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണോ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഔന്നത്യത്തിലെത്തുന്ന രീതിയിൽ അതിൻ്റെ ഒരു എന്താ പറയുക ക്ലൈമാക്സ് സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് അതിൻ്റെ ഫൈറ്റ് ഷൂട്ടുകളൊക്കെ അവരെടുത്ത് വെച്ചിട്ടുമുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു എൻഡിങ് കാണിച്ചിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും എത്ര വേണമെങ്കിലും എടുക്കാമെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ ആദ്യ ഭാഗം നമ്മൾ അവർ എടുത്തു വെച്ച് അവസാനിപ്പിച്ചിട്ടുള്ളത്. തിയേറ്റർ വാച്ചാണ്, എന്തായാലും തിയേറ്റർ തന്നെ പോയിട്ടുണ്ടെങ്കിൽ കാണണം. എന്നാൽ തന്നെ അതിൻ്റെ ഫുൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. 600 കോടി ബഡ്ജറ്റിൽ ഈ 600 കോടി രൂപയിൽ 1 രൂപ പോലും വേസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നില്ല. അത്രക്കും ഗംഭീരമായിട്ട് ഈ പടം നാഗർഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അത്രക്കും നല്ല രീതിയിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും ഇതിലെ പ്രേക്ഷകർക്ക് എന്തായാലും കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. ഒരു 9 to 9.5 ഔട്ട് ഓഫ് 10 സ്കോർ കൊടുക്കാം. മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമ.